ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയാണേ. ആരുടെയല്ല, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത പാത്തൂൻ്റെ കല്യാണമാണ്. ഇതാണ് പാത്തൂൻ ചെക്കനും. സുന്ദരിയാണല്ലേ, ഒരുങ്ങിയൊക്കെ വന്നപ്പം നല്ല രസമുണ്ട് കാണാൻ. പോകുന്ന വഴി നല്ല ക്ലിയർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്താൻ സാധിച്ചു. മാത്രമല്ല രണ്ട് സൈഡിലുള്ള മരങ്ങളും പച്ചപ്പും ഒക്കെ രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂടെ വർക്ക് ചെയ്ത കുറേ ഫ്രണ്ട്സിനെയും കണ്ടുമുട്ടി. എല്ലാവരും കുറേ നാളിന് ശേഷം കണ്ട ആ ഒരു സന്തോഷത്തിൽ ഓരോ സൊറയും പറഞ്ഞിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങളെ പറ്റിച്ചിട്ട് രണ്ടുപേര് നേരത്തെ കയറുന്ന് കഴിക്കാനും തുടങ്ങി കേട്ടോ. എല്ലാ പന്തിക്കും ലാസ്റ്റ് വരുന്ന ഒരാൾ കാണത്തില്ലേ, അതിവനാണ്. എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് അവസാനം വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് നേരെ വിശന്നു. ഞങ്ങൾ പോയി കഴിക്കാനിരുന്നു. നല്ല നെയ്ച്ചോറും ബീഫായിരുന്നു കേട്ടോ. അത് പിടിച്ചു. ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് പതിയെ പുറത്തോട്ടിറങ്ങുവാണ്. ലക്ഷ്യം വേറൊന്നുമല്ല, ഐസ്ക്രീം. പക്ഷെ ഇറങ്ങിയ പാടെ കണ്ടത് ആ വെൽക്കം ഡ്രിങ്കാണ്. കണ്ടപ്പം പിന്നെ ഒരു കൊതി, അതെടുത്തങ്ങ് കത്താക്കി. സത്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം എടുക്കാൻ പോയതാണ്. ഐസ്ക്രീമിൻ്റെ ആ കവറിലുണ്ടായിരുന്ന ആകെ ഒരു കോൺ എടുത്ത് താഴെ ഇട്ടിട്ടുള്ള ചിരിയാണ് അവൻ്റെ. നല്ല ശശിയായതുപോലെ ഇരിക്കുന്നുണ്ടോ. ഉള്ളത് നേരെ എടുത്ത് അതേപോലെ അങ്ങ് താഴെ പോവുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ഐസ്ക്രീം എടുക്കാൻ പോയപ്പോഴും പുള്ളിക്കാരൻ്റെ ആ ചിരി മാഞ്ഞിട്ടില്ല. ആ നാണം എപ്പോഴും മുഖത്തന്നെ കിടപ്പുണ്ട്. എൻ്റെ ഒരു സബ്സ്ക്രൈബറെ കണ്ടോ, നിജ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളി ഇപ്പം റോബോട്ടിക്സ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നത്, ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് റൂമൈസ. രണ്ടും ഫ്രണ്ട്സും കൂടിയാണ്. അങ്ങനെ കുറേ നേരം സോറയൊക്കെ പറഞ്ഞിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് അതിനിടയ്ക്കാണ് ആ സഹൂറിൻ്റെ വൈറലായിട്ടുള്ള റീല് കാണാനിടയായത്. ഞാൻ സത്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതെന്നെ ഒന്ന് കാണിച്ചതാണ്. ഏകദേശം എനിക്ക് 1 മില്യൺ അടുത്തെങ്ങാണ്ട് വ്യൂസ് ആയിട്ടുണ്ട് ആ റീലിന്. ഇതിപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഒന്നും അല്ല, കുറേ ആയി ഈ ഐസ്ക്രീം തീറ്റ. അവസാനം ഇത് നിർത്താതെ ആയപ്പം അവർ തന്നെ അടച്ചു പൂട്ടി വെക്കുന്നത് കണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. കുറേ നാളായി, അതായത് നമുക്ക് ഈ കല്യാണം ഒക്കെ വരുമ്പോഴല്ലേ, എല്ലാവരും ഓരോരോ തിരക്കുകളിലാണ്. കല്യാണമൊക്കെ വരുമ്പോഴാണ് സത്യത്തിൽ ഈ പഴയ കൂട്ടുകാരൊക്കെ വീണ്ടും ഒത്തുകൂടുന്നതും കാണാൻ പറ്റുന്നതും. നല്ലൊരു ദിനമായിരുന്നു ഇന്ന്.